ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിരിക്കുന്നു. പിന്നെ ഇന്നത്തെ വിശേഷം, ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് അടുത്ത് വെച്ച് തന്നെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസും പിന്നെ അങ്ങനെ കുറച്ച് വീട്ടിൽ കുറേ ഇതും ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ അടുത്തുള്ള ഷോപ്പിലാണ് നമ്മൾ ബസ്സിലാണ് ഇത്ര പേര് പോയത് തന്നെ. നമുക്ക് ഇത്ര പേര് ഓട്ടോയിൽ കൊള്ളില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ സാധനമൊക്കെ ആകുമ്പം പിന്നെ നമുക്ക് ബസ് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് വരുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് RK വെഡിങ് മാളിലാണ് നമ്മൾ പോയത്. പോയപ്പം അധിക കളക്ഷൻസ് അവിടെ ഒന്നും ഇല്ല, കണ്ടിട്ട് നമുക്ക് അത്ര പിടിച്ചില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് RK വെഡിങ് മാളിൽ പോയായിരുന്നു. കുഴപ്പമില്ല, അവിടെ ആവശ്യത്തിന് ഉണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ RK മാളിലാണ് പോയത്. അപ്പം അവിടെ പോയിട്ട് കുറച്ച് നേരം കുറേ ഡ്രസ്സ്, ഏതായാലും ഡ്രസ് കോഡ് ചെയ്യണമല്ലോ. ഡ്രസ് കോഡിനായിട്ട് ഇങ്ങനെ ഒരു മാസമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇപ്പോഴേ പരിധി നടന്നാലേ ആ ഒരു മാസത്തിനകം കിട്ടാൻ വഴിയുള്ളൂ. അപ്പോൾ നമുക്ക് കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ നമുക്ക് പർദ്ദ എടുക്കണം, പിന്നെ പെണ്ണിന് എനിക്ക് തോന്നുന്നു മൈലാഞ്ചിക്കും പിന്നെ കല്യാണത്തിനും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരുന്നതല്ലേ. അല്ലാതെ ബാക്കിയുള്ള ഡ്രസ്സും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്. ഇത് പിന്നെ മുമ്പൊക്കെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് മൈലാഞ്ചി ഡ്രസ്സും കല്യാണ ഡ്രസ്സും എടുക്കുമായിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അത് മൈലാഞ്ചി മാത്രമായിരുന്നു. ഇപ്പോൾ പക്ഷെ ചില വീട്ടിലൊക്കെ മൈലാഞ്ചിയും കല്യാണമായിട്ട് അവർ തന്നെ കൊണ്ടുവരും, ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുമായിരുന്നു. അപ്പം അവരെടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം അവർക്ക് പെണ്ണിനായിട്ടൊന്നും എടുക്കുന്നില്ല. ഇതിപ്പോൾ ഞങ്ങൾക്കായിട്ടാണ് പരതലായിരുന്നു. ഭയങ്കര കിട്ടാൻ വേണ്ടി ഒരു വഴിയില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലൊക്കെ ഉണ്ട്, പക്ഷെ അതുപോലെ ഈ 11 പേർക്ക് 12 പേർക്ക് കിട്ടാൻ ഭയങ്കര പാട്. അപ്പം ഞങ്ങളെന്ത് ചെയ്തു, ഇനിയിപ്പം എന്നിട്ടും നമുക്ക് അവിടെ നിന്നൊന്നും വേറെ മൈലാഞ്ചിക്കായിട്ട് അങ്ങനെ ഒന്നും കിട്ടിയില്ല. പിന്നെ പർദ്ദയ്ക്ക് നമ്മൾ അവിടെ പോയപ്പം ഒരു പർദ്ദ കാണിച്ച് തന്നായിരുന്നു. അപ്പം നമ്മളൊരു ഇത് കാണിച്ചായിരുന്നു, മോഡൽ കാണിച്ചായിരുന്നു. അപ്പോൾ അവരൊന്ന് തച്ച് നോക്കിയിട്ട് അതെന്താണെന്ന് വിളിച്ച് പറയാം, അതിൻ്റെ ഇത് റെഡി ആയാൽ. അപ്പോൾ പിന്നെ നമ്മളവിടെ ഓർഡറൊക്കെ കൊടുത്തിട്ട് പിന്നെ RK മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ ബോംബെ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ നോക്കിയിട്ട് നമുക്ക് എന്തോ കൊള്ളൂല, കുട്ടികൾക്ക് എടുക്കാനും പറ്റിയില്ല, നമുക്ക് എടുക്കാനും പറ്റത്തില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫുഡടിയും കഴിഞ്ഞു, ജ്യൂസടിയും കഴിഞ്ഞു, പിന്നെ വീട് എത്തിയപ്പോൾ ഒരു നേരമായി. ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ വീഡിയോ ആണ്, നമുക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമുള്ളൊരു നല്ല കാറ്റും വ്യൂ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അതും കൂടെ ആഡ് ചെയ്തിട്ട് എടുത്ത് തന്നെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ ബൈ.